ശേഷം 4 മണീൻ്റെ ട്രെയിനിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ച്. ഏട്ടനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പർ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്ക് കൊച്ചുവേളി എത്തി. പക്ഷേ ട്രെയിനിലെ ബാത്റൂം, എന്താണ് ഇന്ത്യൻ റെയിൽവേൻ്റെ അവസ്ഥ എന്ന് ഞാൻ ഈ യാത്രയിലാണ് ശരിക്കും മനസ്സിലാക്കിയത്. ഒരു 10 മണിക്കൂർ യാത്രയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ 3-4 ദിവസമൊക്കെ ട്രെയിനിൽ ലോങ് ട്രിപ്പ് പോകുന്ന ഒരവസ്ഥ എന്തായിരിക്കും? അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഈവനിങ് ഷിഫ്റ്റൊക്കെ എടുത്ത്. അപ്പോൾ ഇന്ന് എനിക്ക് ഷൂട്ടുള്ളത് താജ് വിവാന്തയിലായിരുന്നു. അവിടെ തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ഒരു പ്രസ് മീറ്റ് ആയിരുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ അതിൻ്റെ സംഘാടകർ പ്രസ് റിലീസ് തന്നു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ പ്ലെയേഴ്സായിട്ടും അവരുടെ കോച്ചുകളൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ടീമിലെ ഇന്ത്യൻ പ്ലെയേഴ്സ് വന്നപ്പോൾ അതിൽ കൂടുതൽ പേര് നമ്മുടെ മലപ്പുറംകാരാണ്. അത് കേട്ടപ്പോൾ ഭയങ്കര